ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഓവനോ ബീറ്ററോ ഇല്ലാതെ ഇതിൻ്റെ ക്രീമും ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് വരെ നമ്മൾ മിക്സിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഒരു ഇത്തിരി ലെങ്തിയാണ്, കാരണം ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് വീഡിയോ പറയുന്നത്. കാരണം ഒരിക്കലും ഈ കേക്ക് ഫെയിലാകാൻ പാടില്ല. ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാലാണ് ഞാൻ പറഞ്ഞത് എത്രമാത്രം ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മുട്ട ചേർക്കാത്ത ചോക്ലേറ്റ് കേക്കാണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ പാല് ചേർക്കുന്നുണ്ട്. ബട്ടർ മിൽക്കാട്ടോ ചേർക്കുന്നത്. അതായത് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത പാല്, അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും 1/4 കപ്പ് അളവിൽ കോക്കോ പൗഡറും, അത് ഡാർക്ക് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല, 1 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കേക്ക് ചെയ്തെടുക്കുന്നത് എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ അരിച്ച് ചേർക്കാതെ വേറൊരു പാത്രത്തിലേക്ക് ആദ്യം 2-3 തവണ അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കേക്ക് നന്നായിട്ട് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ ദാ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വിസ്ക് ഇല്ലെങ്കിൽ, ഇതുപോലെ ഹാൻഡ് വിസ്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഫോർക്ക് എടുക്കുക, സ്പൂൺ എടുക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലതുപോലെ നമുക്ക് കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന പാല് എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1/2 കപ്പ് കൂടി പാല് വേണം. അപ്പോൾ 1/2 കപ്പ് പാൽ എടുത്തതിന് ശേഷം ആദ്യം 1/4 കപ്പ് അളവിൽ പാല് ചേർക്കുക, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് അടുത്ത 1/4 കപ്പ് ചേർക്കുക. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഇതിൽ പാല് ചിലപ്പോൾ 1/2 കപ്പ് മുഴുവനായിട്ട് വേണ്ടി വന്നോ എന്ന് വരില്ല. അപ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ മുഴുവനായിട്ട് 1/2 കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ടൈമിലൊക്കെ പാന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം, അത് മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലുള്ളൊരു സ്പ്രിംഗ് മൗൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. താഴെ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഓയിലൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് വെച്ച് കൊടുക്കണം. ഈ ടാപ്പ് ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. അതിലുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ പ്രീഹീറ്റ് ചെയ്ത പാനിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു മീഡിയത്തിനേക്കാളും ഒരല്പം കുറഞ്ഞ തീയിൽ വേണം ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. 25 മിനിറ്റാണ് എനിക്ക് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലാവുമ്പോൾ ട്രോപ്പോലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. റിച്ച്, വിവോ, ഫിയോണ അങ്ങനെ കുറേ ബ്രാൻഡ് ഉണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ നോൺ ഡയറി വിപ്പിംഗ് ക്രീം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് സ്റ്റിഫ് പീക്സ് ആയിട്ട് അത് കിട്ടുകയുള്ളൂ. അപ്പോൾ 250 ml, അതായത് 1 കപ്പ് അളവിൽ ഞാൻ ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സ്പീഡിലിട്ടിട്ട് ഞാനിത് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മിക്സിയുടെ ജാറ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഞാനിപ്പോൾ അത് തണുപ്പിച്ചെടുത്തിട്ടില്ല. ഇപ്പം നിങ്ങളുടെ സ്റ്റീൽ രൂപത്തിലുള്ള ഒരു മിക്സിയുടെ ജാറൊക്കെ ആണെങ്കിൽ മിക്സി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു 30 സെക്കൻഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നിർത്തി കൊടുക്കാം, കാരണം മിക്സി പെട്ടെന്ന് ചൂടാകരുത്. അപ്പോൾ 30 സെക്കൻഡായി നിർത്തി കൊടുക്കുക. അങ്ങനെ 30 സെക്കൻഡ് വരെ നിർത്തിയിട്ട് നിങ്ങൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 1.5 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഒന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ 1:51 സെക്കൻഡിൽ വീണ്ടും നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തെടുക്കുക. കാരണം മിക്സിയുടെ ജാറ് ചൂടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ക്രീം മെൽറ്റായിട്ട് പോകും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 30 സെക്കൻഡ് ആവണമെന്ന് വെയിറ്റ് ഒന്നും ചെയ്യേണ്ട. അതിന് മുന്നേ നിങ്ങൾക്ക് നിർത്തിയിട്ട് നിങ്ങൾ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ വീണ്ടും ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ 2:06 സെക്കൻഡായി. ഇതിപ്പോൾ
മിക്സിയുടെ ജാറ് ഓണായിരുന്നു. ക്രീം സ്റ്റിഫായി വന്നപ്പം അത് ബ്ലേഡ് അവിടെ സ്റ്റക്കായി. അപ്പം അത്രയും സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടി. കണ്ടില്ലേ, നല്ല സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടാലും അതുപോലെ തന്നെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും സെയിം സ്റ്റിഫ് പീക്സോട് കൂടിയിട്ട് നമുക്ക് കിട്ടും, യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വിപ്പായി കിടക്കാത്ത ക്രീമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ബ്ലേഡ് പെട്ടെന്ന് സ്റ്റക്കായത് കണ്ടില്ലേ, അത്രയും സ്റ്റിഫ് പീക്സ് ആയിട്ട് നമുക്ക് കിട്ടി. ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ഫ്ലേവർ കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരു 3 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറും അതുപോലെ തന്നെ ന്യൂട്ടല്ല കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പക്ഷേ ന്യൂട്ടല്ല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. ഇനിയിപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ചോക്ലേറ്റ് ഫ്ലേവർ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ക്രീം സ്റ്റിഫ് പീക്സ് ആയതിന് ശേഷം കോക്കോ പൗഡറും അതുപോലെ തന്നെ ന്യൂട്ടലയും മിക്സിയുടെ ജാറിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നില്ല. നിങ്ങൾ ആദ്യം ക്രീം സ്റ്റിഫായിട്ട് കഴിഞ്ഞാൽ ഒരു ബൗളിലേക്ക് ക്രീം മാറ്റുക, എന്നിട്ട് നിങ്ങൾ കോക്കോ പൗഡറും ന്യൂട്ടലയും മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സർ ജാറിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴുള്ളൊരു ഡീമെറിറ്റ് ഇതാണ്, നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉള്ളവരാണെങ്കിൽ അത് മാത്രം യൂസ് ചെയ്തിട്ട് ക്രീം വിപ്പ് ചെയ്തെടുത്താൽ മതിയേ. ഒരുപാട് ക്രീം മിക്സിയുടെ ജാറിൽ വേസ്റ്റായി പോകുന്ന ഒരു അവസ്ഥ വരെയാണ് മിക്സിയുടെ ജാറിൽ വെച്ച് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ ജാറിൽ നിന്ന് ഏകദേശമൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ക്രീം കണ്ടാൽ നിങ്ങൾക്കറിയില്ലേ, ചില ഭാഗത്ത് വൈറ്റ് ആയിട്ടും ചില ഭാഗത്ത് നല്ല ഡാർക്ക് കളറൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം. അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു ജാറിലേക്കോ നമുക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ക്രീം, അത് ഫ്രഷ് ക്രീം ആണെങ്കിലും വിപ്പിംഗ് ക്രീം ആണെങ്കിലും കുഴപ്പമില്ല, ക്രീം ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല മധുരത്തിൽ ചെയ്തെടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ അത് ചേർത്ത് കൊടുക്കാം, അത് നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ കേക്കിന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല, അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ കൊടുക്കാനായിട്ട് ന്യൂട്ടല്ല ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കോക്കോ പൗഡർ ചേർക്കാം, അതുപോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു 2-3 ടീസ്പൂൺ അളവിൽ ന്യൂട്ടല്ല കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ന്യൂട്ടല്ല ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്ക് മനസ്സിലായല്ലോ, ചോക്ലേറ്റ് ലെച്ചസ് കേക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് വെറ്റ് ചെയ്യാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇതാ ഒരു 25 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ടൂത്ത് പിക്കോ കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് ബേക്കായി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ചൂടൊക്കെ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കേക്കിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഇത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലുള്ളൊരു സ്പ്രിംഗ് മൗൾഡ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ സ്റ്റീൽ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും, യാതൊരു കുഴപ്പമുണ്ടാകില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കാം. ഒരു കത്തി വെച്ചിട്ടായാലും മതി. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുമ്പം അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ് ആവശ്യം, അപ്പോൾ മുഴുവനായിട്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് മുഴുവനായിട്ട് ഈ കേക്ക് ഡ്രിങ്ക് ചെയ്തെടുക്കാൻ ആയിട്ട്.
അപ്പോൾ ഷുഗർ സിറപ്പ് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ ചെയ്ത് വെച്ച ക്രീം വെച്ചിട്ട് ഇത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഷുഗർ സിറപ്പ് എല്ലാം അബ്സോർബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലുള്ള സ്പ്രിംഗ് മോൾഡ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ നേരെ ഇതുപോലെ തന്നെ ഫ്രോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇതുപോലെ സ്പ്രിംഗ് മോൾഡ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ക്രീമൊക്കെ സെറ്റ് ചെയ്തെടുക്കാമെന്നൊക്കെ. യാതൊരു കുഴപ്പമില്ല. ഇതുപോലെ സ്പ്രിംഗ് മോൾഡ് ഇല്ലാതെ ഇതിന് മുൻപ് ഞാനൊരു വാനില ലെച്ചസ് കേക്ക് ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് സ്പ്രിംഗ് മോൾഡ് ഇല്ലാതെ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഞാൻ ഒരുവിധം ക്രീം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടേൺ ടേബിളിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. കാരണം ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ഭംഗി വേണമെങ്കിൽ ഒരു ഫിനിഷിങ് വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനാണ് ഒന്നുകൂടി ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു കേക്കാണ്. അത്രയും ജ്യൂസി ആയിട്ടുള്ള ഒരു സ്പഞ്ചാണിത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്